നോൺ വെജ് ഐറ്റംസ് ഒന്നുമില്ലെങ്കിലും ചോറുണ്ണാൻ ഇത് മാത്രം മതി. ഈ വെജിറ്റബിൾസ് ഒന്നും കഴിക്കാത്ത പിള്ളേരെ കൊണ്ടെല്ലാം കഴിപ്പിക്കാൻ ഇതൊരു സൂത്രപ്പണിയായിട്ടും നമുക്ക് ചെയ്ത് നോക്കാം കേട്ടോ. അപ്പോൾ എല്ലാവർക്കും നമ്മുടെ അടുപ്പിലേക്ക് സ്വാഗതം. ഇന്നത്തെ നമ്മുടെ മെയിൻ ഇൻഗ്രീഡിയൻറ്റ് കോവയ്ക്കാണ് കേട്ടോ. ഞാനിവിടെ 10 കോവയ്ക്ക എടുത്തിട്ടുണ്ട്. എല്ലാം നീളത്തിൽ 2 ഭാഗങ്ങളായിട്ട് മുറിച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 2 ടീസ്പൂൺ മുളക് പൊടി ചേർത്ത് കൊടുക്കാം. 1 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം. 1 ടീസ്പൂൺ തന്നെ ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കാം. ഇനി ഒരു മിക്സിയുടെ ജാറിലോട്ട് 1/4 ഭാഗം മാത്രം സവാള ചേർത്ത് കൊടുക്കാം. ഒരു പച്ചമുളക് കൂടെ ഇതിലോട്ട് ചേർത്ത് കൊടുത്ത് നമുക്കിതൊന്ന് ക്രഷ് ചെയ്തെടുക്കാം. നന്നായിട്ട് അരഞ്ഞു പോകേണ്ട, അതായത് ഈ ഒരു പരുവത്തിൽ നമുക്കിതൊന്ന് ജസ്റ്റ് ചതച്ചെടുക്കാം. ഇപ്പോൾ തയ്യാറാക്കിയ അരപ്പ് നമ്മൾ നേരത്തെ മാറ്റി വെച്ചതിലോട്ട് ചേർത്ത് കൊടുക്കാം. ഇനി കൈ വെച്ച് തന്നെ ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. എല്ലാ ഭാഗത്തിലും ഒരുപോലെ പറ്റുന്ന രീതിയിൽ നന്നായിട്ട് തന്നെ നമുക്കിതൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ശേഷം ഒരു 10 മിനിറ്റ് നമുക്കിതൊന്ന് മാറ്റി വയ്ക്കാം. മസാലയെല്ലാം അതിന് പുറത്തൊന്ന് പിടിക്കാൻ വേണ്ടിയിട്ടാണ് ഒരു 10 മിനിറ്റ്. അതിനുശേഷം ഒരു പാൻ വെച്ച് നന്നായി ചൂടായതിന് ശേഷം 3 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കാം. എണ്ണയൊന്ന് ചൂടായി വരുമ്പോൾ നമ്മൾ നേരത്തെ തയ്യാറാക്കി മാറ്റി വെച്ച കോവയ്ക്ക ഓരോന്നോരോന്നായിട്ട് നമുക്ക് ഈ എണ്ണയിലോട്ട് ഇട്ട് കൊടുക്കാം. കോവയ്ക്കയുടെ അകഭാഗം എണ്ണയിൽ തട്ടുന്ന വിധത്തിൽ വേണം നമ്മൾ ആദ്യം ഇത് എണ്ണയിലോട്ട് ഇട്ട് കൊടുക്കാനായിട്ട്. അതിൻ്റെ അകഭാഗം നമുക്ക് നന്നായിട്ട് വെന്ത് കിട്ടാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്യുന്നത്. ആദ്യം തന്നെ ഇതിൻ്റെ തൊലി ഭാഗം നമ്മൾ എണ്ണയിലോട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ അത് കരിഞ്ഞു പോവും. വേണ്ടത്ര വിധത്തിൽ നമുക്കത് വെന്ത് കിട്ടാനും പിന്നീട് അത് ബുദ്ധിമുട്ടാവും. എല്ലാം തന്നെ നമുക്ക് എണ്ണയിലോട്ട് ഇട്ട് കൊടുക്കാം. ഇട്ട് കൊടുത്തതിന് ശേഷം എല്ലാത്തിൻ്റെ അകഭാഗം നമുക്ക് എണ്ണയിലോട്ട് തട്ടുന്ന രീതിയിലാക്കിയിട്ട് ഒന്ന് മറിച്ചും തിരിച്ചും എല്ലാം ഇട്ട് കൊടുക്കാം. ഇതിൻ്റെ ഓരോ ഭാഗവും നമുക്ക് ഓരോ 10 മിനിറ്റ് വീതം എണ്ണയിലിട്ടിട്ട് നന്നായിട്ടൊന്ന് വേവിച്ചെടുക്കാം. ചോറിലോട്ടൊക്കെ പെട്ടെന്ന് എന്തെങ്കിലും ഒരു കൂട്ടാൻ തട്ടിക്കൂട്ടി ആക്കണമെന്ന് വിചാരിച്ചാൽ നമുക്കിത് ട്രൈ ചെയ്യാവുന്ന ഒരു റെസിപ്പി കൂടെയാണ് കേട്ടോ. വളരെ കുറഞ്ഞ സമയത്തിനുള്ളിൽ നമുക്ക് തയ്യാറാക്കി എടുക്കാൻ പറ്റുന്ന ഒരു റെസിപ്പിയാണ്. ഇനി നമുക്കിതിലോട്ട് 3-4 സ്ട്രിപ്പ് കറിവേപ്പില ഒന്ന് തൂവി കൊടുക്കാം. ഇപ്പോൾ ഇതിൻ്റെ അകഭാഗം ഏതാണ്ട് വേവായിട്ടുണ്ട്. നമുക്കിത് ഓരോന്നോരോന്നായിട്ടൊന്ന് മറിച്ചിട്ട് കൊടുക്കാം. ഇതിൻ്റെ അകഭാഗം നമ്മളിങ്ങനെ മറിച്ചിടുന്ന സമയത്ത് ഒരു യെല്ലോ കളറായിട്ട് വന്നിട്ടുണ്ട്. ഇതാണ് ഇതിൻ്റെ പാകം. ഇതിൽ കൂടുതലായിട്ട് കളർ മാറി വരുമ്പോൾ നമുക്കിത് ഉടഞ്ഞു പോകാനുള്ള സാധ്യതയുണ്ട്. ഇനിയെല്ലാം നമുക്ക് ഇതുപോലെ തന്നെ ഒന്ന് മറിച്ചിട്ട് കൊടുക്കാം. എന്നിട്ട് ഈ ഭാഗവും നമുക്കൊരു 10 മിനിറ്റ് വീതം വേവിച്ചെടുക്കാം. ഈ ഭാഗം നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. നമുക്കിനി ഇത് കോരി മാറ്റിയെടുക്കാം. എല്ലാം നന്നായിട്ട് വെന്ത് വന്നതിന് ശേഷം അകംഭാഗം ഇതാ ഇങ്ങനെയും പുറഭാഗം ഇതാ ഇതുപോലെയായിരിക്കും നമുക്ക് കിട്ടുക. അപ്പോൾ ഇതാ വീട്ടിൽ നമുക്ക് വളരെ പെട്ടെന്ന് തയ്യാറാക്കി എടുക്കാൻ പറ്റുന്ന ഒരു റെസിപ്പിയാണ്. ഒട്ടും സമയമില്ലാതിരിക്കുമ്പോഴൊക്കെ നമുക്കിത് ചെയ്ത് നോക്കാം. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക് അറിയിക്കണേ. നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ കേട്ടോ.